തമിഴ്നാട്ടിലെ ഒരു റീജിയണൽ മെഗാസ്റ്റാർ തന്റെ കോടിക്കണക്കിന് രൂപയുടെ സിനിമാ കരിയർ ഉപേക്ഷിച്ച് പൊളിറ്റിക്കൽ സ്റ്റാർട്ടപ്പ് ആരംഭിക്കുമ്പോൾ പൊതുസമൂഹം കാണുന്നത് ഒരു വലിയ വൈകാരിക ത്യാഗമാണ്. എന്നാൽ മൂലധനത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഗണിതത്തിൽ നാം വിശകലനം ചെയ്യേണ്ടത് വികാരങ്ങളെയല്ല, 3 കൃത്യമായ ഹാർഡ് ഡേറ്റ പോയിന്റ്സിനെയാണ്. 27 വർഷം നീണ്ടുനിന്ന തികച്ചും മാതൃകായോഗ്യമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു വിവാഹ ജീവിതം. സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 സെക്ഷൻ 27(1)A പ്രകാരം 2026 ഫെബ്രുവരിയിൽ ചെങ്കൽപ്പേട്ട് ഫാമിലി കോർട്ടിൽ ഫയൽ ചെയ്യപ്പെട്ട ഡിവോഴ്സ് പെറ്റീഷൻ. വിശ്വാസവഞ്ചന, മാനസിക പീഡനം എന്നിവയാണ് നിയമപരമായ ആരോപണങ്ങൾ. മൂന്നാമത്തെ ഡേറ്റ 2026 ഏപ്രിൽ 20 കോടതിയിൽ നേരിട്ട് ഹാജരാകാനുള്ള ഔദ്യോഗിക സമൻസ്. ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി തമിഴക വെട്രിക്കഴകം അഥവാ TVK അതിന്റെ മുഖ്യ എതിരാളിയായി നിലവിലെ ഭരണകക്ഷിയെ നേരിട്ട് വെല്ലുവിളിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ആ പാർട്ടിയുടെ അസ്ഥിവാരം തന്നെ ഒരു ഡൊമസ്റ്റിക് ലീഗൽ ലയബിലിറ്റിയിൽ തകർന്നാൽ വ്യവസ്ഥിതിയിൽ എന്ത് സംഭവിക്കും? 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് വെറും ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാർട്ടപ്പിന്റെ കീമാൻ ഇത്തരത്തിൽ ലീഗലി കോംപ്രമൈസ്ഡ് ആകുമ്പോൾ ആർക്കാണ് യഥാർത്ഥത്തിൽ സാമ്പത്തികവും രാഷ്ട്രീയവുമായ ലാഭമുണ്ടാകുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം വികാരങ്ങളിലല്ല, കൃത്യമായ ഡേറ്റയിലാണ് ഉള്ളത്. ഇനി നമുക്ക് ഈ പൊളിറ്റിക്കൽ സ്റ്റാർട്ടപ്പിന്റെ ഒഫീഷ്യൽ PR ലോജിക് കൃത്യമായി അനലൈസ് ചെയ്യാം. TVK എന്ന പാർട്ടി രൂപീകരിക്കപ്പെടുമ്പോൾ അവരുടെ ഒഫീഷ്യൽ കോർപ്പറേറ്റ് സ്ട്രാറ്റജി വളരെ വ്യത്യസ്തമായിരുന്നു. ബൈപാസിംഗ് ദ ട്രഡീഷണൽ ഒപ്പോസിഷൻ, നിലവിലെ പ്രധാന പ്രതിപക്ഷമായ AIADMKയെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ട് വിജയ് വേഴ്സസ് സ്റ്റാലിൻ എന്നൊരു ഡയറക്റ്റ് ബൈനറി നറേറ്റീവ് സൃഷ്ടിക്കുക. ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ മൂലധനം എന്തായിരുന്നു? അത് ആ ലീഡറുടെ ക്ലീൻ, ഡിസിപ്ലിൻഡ് ഫാമിലി മാൻ എന്ന പബ്ലിക് ഇക്വിറ്റി മാത്രമായിരുന്നു. അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോ പരിശോധിച്ചാൽ ഇത് കൂടുതൽ വ്യക്തമാകും. സ്ത്രീകൾക്ക് 50% സംവരണം, பெண் குழந்தைகள், பெண்கள் மற்றும் வயசானவங்களோட பாதுகாப்புல தான் நம்ம പ്രയോറിറ്റിയെ. മദ്യമുക്ത തമിഴ്നാട്, അഴിമതിരഹിത ഭരണ സംവിധാനം. ഭരണകക്ഷിയുടെ വലിയ സാമ്പത്തിക സ്രോതസ്സുകളെയും വർഷങ്ങളായുള്ള രാഷ്ട്രീയ പാരമ്പര്യത്തെയും നേരിടാൻ TVK ഉപയോഗിച്ച ഏക ആയുധം ഈ ആബ്സല്യൂട്ട് മോറൽ അതോറിറ്റി ആയിരുന്നു. സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പോരാടാൻ വരുന്ന അഴിമതിയില്ലാത്ത ഒരു ഔട്ട്സൈഡർ. ഒരു സ്റ്റാൻഡേർഡ് കോർപ്പറേറ്റ് ഫ്രെയിംവർക്കിൽ ചിന്തിച്ചാൽ ഇതൊരു ബ്രില്യൻറ്റ് മാർക്കറ്റ് പൊസിഷനിങ് ആണ്. ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഒരു മാർക്കറ്റിൽ വോട്ടർമാർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന യാതൊരുവിധ പേഴ്സണൽ ലയബിലിറ്റീസും ഇല്ലാത്ത ഒരു ബ്രാൻഡ്. ഈ ഒരു ഇമേജ് വെച്ചുകൊണ്ടാണ് കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഈ പാർട്ടിയിലേക്ക് ഒഴുകിയത്. ഫാൻ ക്ലബ്സ് വഴി ഗ്രാസ് റൂട്ട് ലെവലിൽ ഉണ്ടാക്കിയെടുത്ത ഇമോഷണൽ ലോയൽറ്റിയെ നേരിട്ട് വോട്ടിംഗ് ഷെയർ ആക്കി മാറ്റാം എന്നതായിരുന്നു ഇവരുടെ മാത്തമാറ്റിക്കൽ അസംപ്ഷൻ. ദ പ്രോഡക്റ്റ് ഇസ് ദ സ്റ്റാർ, ദ യുണീക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ ഇസ് ഹിസ് അൺബ്ലമിഷ്ഡ് ക്യാരക്ടർ. ഈ ഒഫീഷ്യൽ ആർക്കിടെക്ചർ വളരെ പെർഫെക്റ്റ് ആയിരുന്നു ഫെബ്രുവരി 24 ആ കോടതി ഫയലിംഗ് വരുന്നതുവരെ. ദ ഒഫീഷ്യൽ സ്റ്റോറി ഈസ് ഫ്ലോലെസ്ലി ഡിസൈൻഡ്, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയുള്ള ധാർമ്മിക പോരാട്ടം. എന്നാൽ നാം ഡീൽ ചെയ്യുന്നത് PR ക്യാമ്പയിനുകളോടല്ല, ബാലൻസ് ഷീറ്റിനോടും ബ്രൂട്ടൽ മാർക്കറ്റ് റിയാലിറ്റീസിനോടുമാണ്. ലെറ്റ്സ് ഡിമോളിഷ് ദിസ് ബിഗസ്റ്റ് സിസ്റ്റമിക് ലൈ യൂസിംഗ് സ്ട്രിക്ട്ലി വെരിഫൈഡ് ഡേറ്റ ആൻഡ് ലീഗൽ ടൈം ലൈൻസ്. ഒഫീഷ്യൽ ക്ലെയിം പറയുന്നത് സ്ത്രീ സുരക്ഷയും ശാക്തീകരണവുമാണ് പാർട്ടിയുടെ പ്രധാന അജണ്ട. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ടൈം ലൈൻ നോക്കാം. 2026 അസംബ്ലി ഇലക്ഷന്റെ ഏറ്റവും നിർണായക ഘട്ടത്തിലാണ് ചെങ്കൽപ്പേട്ട് ഫാമിലി കോർട്ടിൽ ലീഡറുടെ ഭാര്യ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത്. ദ ഗ്രൗണ്ട്സ് ആർ നോട്ട് സ്റ്റാൻഡേർഡ്, ഇറക്കൺസീലബിൾ ഡിഫറൻസസ്. കൃത്യമായ ആരോപണങ്ങൾ വളരെ ഗുരുതരമാണ്. 27 വർഷത്തെ ദാമ്പത്യം വഞ്ചനയുടെയും ക്രൂരതയുടെയും പേരിൽ അവസാനിക്കുന്നു എന്നത് ലീഗലി ഡോക്യുമെന്റഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഏറ്റവും വലിയ സ്ട്രക്ചറൽ ഡിസ്ക്രിപ്പൻസി ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, പ്രത്യേകിച്ചൊരു സ്റ്റാർട്ടപ്പിന്റെ പ്രൈമറി അസറ്റ് എന്നത് അതിന്റെ ലീഡറിന്റെ ക്രെഡിബിലിറ്റിയാണ്. 2026 ഇലക്ഷനിൽ വലിയൊരു തരംഗം സൃഷ്ടിക്കാൻ ഈ സ്റ്റാർട്ടപ്പ് ചിലവാക്കിയ PR ക്യാപിറ്റൽ എനർജി ആൻഡ് ഗ്രൗണ്ട് മൊബിലൈസേഷൻ മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് കോംപ്രമൈസ്ഡായി മാറി. സ്ത്രീകൾക്ക് 50% സംവരണം നൽകുമെന്ന് വേദിയിൽ പ്രസംഗിക്കുന്ന ഒരു നേതാവിന്റെ സ്വന്തം ഭാര്യ കൊടിയ മാനസിക പീഡനം സഹിച്ച് കോടതി കയറുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് കേവലം കുറച്ച് വോട്ടുകളല്ല, അതൊരു മാസീവ് പ്രൊമോട്ടർ ഇക്വിറ്റി ക്രാഷാണ്. ഭരണകക്ഷിയെ നേരിടാൻ തയ്യാറെടുക്കുമ്പോൾ ഒപ്പോസിഷനെ ആക്രമിക്കാൻ ഒരു എക്സ്റ്റേണൽ ഇഷ്യൂ പോലും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലാതായി. സദാചാര ബോധമുള്ള തമിഴ്നാട്ടിലെ സ്ത്രീ വോട്ടർമാരുടെ ഇടയിൽ ഈ വാർത്തയുണ്ടാക്കുന്ന ഡാമേജ് വളരെ വലുതാണ്. ഈ പ്രതിസന്ധി മറികടക്കാൻ പാർട്ടിയുടെ IT സെല്ലിനും PR മെഷീനറിക്കും ദിവസേന ചിലവാക്കേണ്ടി വരുന്ന ഡാമേജ് കൺട്രോൾ ക്യാപിറ്റലിന്റെ ബേൺ റേറ്റ് എക്സ്പോണൻഷ്യലാണ്. വ്യവസ്ഥിതിയെ ശുദ്ധീകരിക്കാൻ വന്നവന്റെ സ്വന്തം ലെഡ്ജറിൽ അൺഅക്കൗണ്ടഡ് മോറൽ ലയബിലിറ്റീസ് വരുമ്പോൾ മാർക്കറ്റ് അത് ക്ഷമിക്കില്ല. The moral high ground isn't just lost, it is legally documented as toxic. സിസ്റ്റമിക് സ്ട്രെസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ രാഷ്ട്രീയ സ്ട്രക്ചർ എത്രത്തോളം ഫ്രജൈൽ ആണെന്ന് വ്യക്തമാകും. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ സ്കെയിൽ ഓഫ് ദ ഓപ്പറേഷൻ ആൻഡ് ദ സ്ട്രക്ചറൽ സ്ട്രെസ് പോയിന്റ്സ്.
തമിഴ്നാട്ടിൽ ആകെ 234 മണ്ഡലങ്ങളും 68,000-ലധികം പോളിംഗ് ബൂത്ത്സുമുണ്ട്. അവിടെയെല്ലാം ഇലക്ഷൻ മെഷീനറി കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യാൻ ഡെയിലി ലിക്വിഡ് ക്യാഷ് ഫ്ലോയും താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ ആവേശവും അത്യാവശ്യമാണ്. എന്നാൽ ഇപ്പോൾ ആ കീ മാൻ റിസ്ക് പൂർണ്ണമായും മെറ്റീരിയലൈസ് ചെയ്തിരിക്കുന്നു. ഏപ്രിൽ 20-ന് ലീഡർ കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് കോടതി ഉത്തരവ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഏപ്രിൽ മാസം എന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഏറ്റവും പീക്ക് സമയമാണ്. ദിവസം 3-4 ജില്ലകളിൽ പബ്ലിക് റാലീസ് നടത്തേണ്ട സമയത്ത് സ്വന്തം പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കുടുംബ കോടതിയുടെ വരാന്തയിൽ വിവാഹമോചന കേസിന്റെ വിസ്താരത്തിനായി നിൽക്കേണ്ടി വരുന്നു. ഇവിടെ കപ്പാസിറ്റി വേഴ്സസ് ആക്ച്വൽ ഡിമാൻഡ് തമ്മിൽ ഒരു മാസീവ് ഗ്യാപ്പ് ഉണ്ടാകുന്നു. ഒരു സാധാരണ കോർപ്പറേറ്റ് എൻറ്റിറ്റിയിൽ സിഇഒയ്ക്കെതിരെ ഒരു മാസീവ് പേഴ്സണൽ സ്കാൻഡൽ ഉണ്ടായാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉടനടി അയാളെ മാറ്റി നിർത്തി സ്റ്റോക്ക് പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യാൻ ശ്രമിക്കും. എന്നാൽ ഒരു പേഴ്സണാലിറ്റി കൾട്ട് അധിഷ്ഠിതമായ രാഷ്ട്രീയ പാർട്ടിയിൽ ഫൗണ്ടർ തന്നെയാണല്ലോ പാർട്ടി. He cannot be replaced, therefore the stress is absorbed directly by the entire structure. ഗ്രാമതലങ്ങളിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് പാർട്ടി ഓഫീസ് വെച്ച സാധാരണ പ്രവർത്തകൻ എതിരാളികൾ പരിഹാസം നേരിടാൻ കഴിയാതെ പതറുന്നു. മാധ്യമങ്ങളിൽ വരുന്നത് പാർട്ടിയുടെ നയങ്ങളല്ല, മറിച്ച് ലീഡറുടെ വിദേശയാത്രകളുടെയും രഹസ്യബന്ധങ്ങളുടെയും കോടതി രേഖകളാണ്. ഈ സ്ട്രെസ് താങ്ങാൻ കഴിയാതെ വരുമ്പോൾ സ്വാഭാവികമായും കേഡർ ഡിഫെക്ഷൻ അഥവാ കൊഴിഞ്ഞുപോക്ക് ആരംഭിക്കും. പ്രതിസന്ധി സമയത്ത് സിസ്റ്റം പുറത്തുനിന്നുള്ള സമ്മർദ്ദം കൊണ്ടല്ല തകരുന്നത്, മറിച്ച് സ്വന്തം അസ്ഥിവാരത്തിന്റെ ബലഹീനത കൊണ്ടാണ്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അനാലിസിസിലേക്ക് വരാം. ക്യാപിറ്റൽ ആൻഡ് ഇൻസെന്റീവ് അനാലിസിസ്. ഫോളോ ദ മണി. ആര് ഈ മാസീവ് പൊളിറ്റിക്കൽ മെഷീനറിക്ക് ഫണ്ട് നൽകുന്നു? ആര് റിസ്ക് അബ്സോർബ് ചെയ്യുന്നു? പൊളിറ്റിക്കൽ ഫണ്ടിംഗ് എന്നത് എപ്പോഴും ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ്. ഈ പൊളിറ്റിക്കൽ സ്റ്റാർട്ടപ്പിലേക്ക് ഫണ്ട് ഒഴുക്കിയ ഷാഡോ ഇൻവെസ്റ്റേഴ്സ്, റിയൽ എസ്റ്റേറ്റ് സിൻഡിക്കേറ്റ്സ്, മാസീവ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓണേഴ്സ്, മിഡ് ലെവൽ ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പ്സ് ഒരു ഡിസ്ട്രപ്റ്റീവ് ഫോഴ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഭരണവിരുദ്ധ വികാരം മുഴുവൻ ഇവരുടെ അക്കൗണ്ടിലേക്ക് വരും എന്ന കാൽക്കുലേഷനിലായിരുന്നു ഈ ഇൻവെസ്റ്റ്മെന്റ്. 234 സീറ്റുകളിലും മത്സരിക്കാൻ ആവശ്യമായ ആയിരക്കണക്കിന് കോടി രൂപ ഫാൻസ് അസോസിയേഷൻസ് പിരിവിലൂടെ കണ്ടെത്താൻ കഴിയില്ല. അതിന് മാസീവ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മണി വേണം. ഈ ഷാഡോ ഇൻവെസ്റ്റേഴ്സിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഡിവോഴ്സ് ഫയലിംഗ് ഒരു വലിയ ബ്ലാക്ക് സ്വാൻ ഇവന്റ് ആണ്. അവർ ഇൻവെസ്റ്റ് ചെയ്ത പ്രൊഡക്ട്സിന്റെ ബ്രാൻഡ് വാല്യൂ ഒറ്റയടിക്ക് ഇടിഞ്ഞിരിക്കുന്നു. വിമൻ വോട്ടേഴ്സ് പൂർണ്ണമായും എതിരാകുമെന്ന ഭയം നിലനിൽക്കുന്നു. ഈ നിമിഷം പവർ ഡിസ്ട്രിബ്യൂഷൻ ഷിഫ്റ്റ് ചെയ്യും. ഇൻവെസ്റ്റേഴ്സ് വിൽ ഡിമാൻഡ് മാസീവ് കൊളാറ്ററൽ ഓർ കംപ്ലീറ്റ് ഓപ്പറേഷണൽ കൺട്രോൾ ടു റിലീസ് ഫർദർ ലിക്വിഡിറ്റി. അഥവാ അവർ ഫണ്ടിംഗ് പൂർണ്ണമായും നിർത്തിവെക്കും. ഇനി പരാജയം സംഭവിച്ചാലോ? ഹൂ ഇറ്റ്സ് എ ഡെറ്റ്. പാർട്ടി വലിയ തോതിൽ പരാജയപ്പെട്ടാൽ ഈ ഷാഡോ ഇൻവെസ്റ്റേഴ്സ് പതുക്കെ എക്സിറ്റ് ആകും. അവർക്ക് റിസ്ക് കുറവാണ്, കാരണം അവർ മറ്റ് പാർട്ടികളിലും ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ ഹിറ്റ് അബ്സോർബ് ചെയ്യേണ്ടി വരുന്നത് ഗ്രാസ് റൂട്ട്സ് ലെവലിലുള്ള സാധാരണ പ്രവർത്തകരാണ്. സ്വന്തം വാഹനം വിറ്റും ലോൺ എടുത്തും പ്രാദേശികമായി ലക്ഷങ്ങൾ ചിലവാക്കിയ മിഡ് ലെവൽ മാനേജേഴ്സിന് ഒരു ബാങ്ക്രപ്സി പ്രൊട്ടക്ഷനുമില്ല. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ലീഡർ വിലയേറിയ അഭിഭാഷകരെ വെച്ച് തന്റെ നിയമ പോരാട്ടം തുടരുമ്പോൾ കടക്കണിയിലാകുന്നത് താഴെത്തട്ടിലുള്ള സാധാരണക്കാരനാണ്. ഇതൊരു പുതിയ അനോമാലി അല്ല, ഇതൊരു റിപ്പീറ്റിംഗ് സ്ട്രക്ചറൽ ഫ്ലോ ആണ്. ഹിസ്റ്ററി ആൻഡ് മാർക്കറ്റ് ഡേറ്റ പ്രൂവ്സ് ദിസ് കാറ്റഗറിക്കലി. സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിൽ വന്ന് വിജയിച്ച ചരിത്രം തമിഴ്നാട്ടിലുണ്ട്. എന്നാൽ അതൊരു വ്യത്യസ്ത കാലഘട്ടമായിരുന്നു. അന്ന് ഇൻഫർമേഷൻ അസിമെട്രി വളരെ വലുതായിരുന്നു. മാത്രമല്ല അവർക്ക് കൃത്യമായ പൊളിറ്റിക്കൽ ഗ്രൗണ്ടിംഗ് ഉണ്ടായിരുന്നു. എന്നാൽ പൂർണ്ണമായും സ്വന്തം വ്യക്തിപ്രഭാവം മാത്രം മൂലധനമാക്കി ഇറങ്ങുന്ന പൊളിറ്റിക്കൽ സ്റ്റാർട്ടപ്സ് ഇപ്പോഴും ഒരു സ്ട്രക്ചറൽ സീലിംഗിൽ തട്ടി നിൽക്കും. കോർപ്പറേറ്റ് ലോകത്തെ കീ പേഴ്സൺ റിസ്കിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണിത്. വി വർക്കിന്റെ വീഴ്ച ആദം ന്യൂമാന്റെ ഇറാറ്റിക് ബിഹേവിയറുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ ഒരു പൊളിറ്റിക്കൽ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ അതിന്റെ ഫൗണ്ടറിന്റെ വ്യക്തിപരമായ ലയബിലിറ്റി കാരണം തകർന്നടിയുന്ന ക്ലാസിക് പാറ്റേൺ ആണിത്. ഒരു എസ്റ്റാബ്ലിഷ് പൊളിറ്റീഷ്യന് സ്കാൻഡൽ അതിജീവിക്കാൻ കഴിയും, കാരണം അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ പാർട്ടി മെഷീനറിയുണ്ട്, ഹിസ്റ്ററിക്കൽ അലയൻസസുമുണ്ട്. DMK പോലൊരു പാർട്ടിക്ക് 100 കണക്കിന് സെക്കൻഡ് ലൈൻ ലീഡർമാരുണ്ട്. എന്നാൽ ഒരു ആന്റി കറപ്ഷൻ പ്യോർ മൊറാലിറ്റി പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു ഔട്ട്സൈഡറിന് ആ ലക്ഷറി ഇല്ല. ഒരു ചെറിയ വിള്ളൽ മതി ആ ബ്രാൻഡ് പൂർണ്ണമായും തകരാൻ. ഇനി ഈ മാക്രോ ആർക്കിടെക്ചർ എങ്ങനെയാണ് സംസ്ഥാനത്തെ ഒരു സാധാരണക്കാരന്റെ മൈക്രോ റിയാലിറ്റിയെ ബാധിക്കുന്നത് എന്ന് നോക്കാം. ഈ ഡിവോഴ്സ് പെറ്റീഷൻ വിവാദം ഒരു സാധാരണ വോട്ടറെ സംബന്ധിച്ച് വെറും ഒരു ഗോസിപ്പോ എന്റർടൈൻമെന്റോ അല്ല. ഇതൊരു കൃത്യമായ സിസ്റ്റമിക് ഡിസ്ട്രാക്ഷൻ ആണ്. 2026 തിരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്താണ്? സംസ്ഥാനത്തെ വിലക്കയറ്റം, വർദ്ധിച്ചു വരുന്ന കടം, തൊഴിലില്ലായ്മ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയാണ്. എന്നാൽ ശക്തമായൊരു പ്രതിപക്ഷമാകേണ്ടിയിരുന്ന ഒരു പുതിയ പാർട്ടി ഒരു പേഴ്സണൽ സ്കാൻഡലിൽ പെട്ടുപോവുകയും പ്രതിരോധത്തിലാവുകയും ചെയ്യുമ്പോൾ പബ്ലിക് ഡിസ്കോഴ്സ് പൂർണ്ണമായും ഹൈജാക്ക് ചെയ്യപ്പെടുന്നു. പോളിസി ഡിബേറ്റുകൾക്ക് പകരം പ്രൈം ടൈം ന്യൂസ് മുഴുവൻ ഫാമിലി കോർട്ട് പ്രൊസീഡിംഗ്സും ഏത് നടിയുമായാണ് അവിഹിതമെന്ന ചർച്ചകളുമായി മാറുന്നു. ഇതിന്റെ ഇൻഡയറക്റ്റ് അഡ്വാൻറ്റേജ് ലഭിക്കുന്നത് ആർക്കാണ്? സംശയമില്ലാതെ പറയാം, അത് നിലവിലെ റൂളിംഗ് എസ്റ്റാബ്ലിഷ്മെന്റിന് തന്നെയാണ്. ഭരണപരാജയങ്ങളെക്കുറിച്ചുള്ള മാക്രോ ലെവൽ ചോദ്യങ്ങൾ പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്നു. അവർക്ക് പ്രതിപക്ഷത്തെ നേരിടാൻ പണം ചെലവാക്കേണ്ടതില്ല, കാരണം ഈ ഡിവോഴ്സ് കേസ് അവരുടെ പണി എളുപ്പമാക്കുന്നു.
സർക്കാർ സംവിധാനങ്ങളുടെ പോരായ്മകൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കുമ്പോൾ സ്വാഭാവികമായും കറപ്ഷൻ വർദ്ധിക്കുകയും പബ്ലിക് ഡെലിവറി സിസ്റ്റംസിന്റെ എഫിഷ്യൻസി കുറയുകയും ചെയ്യുന്നു. ആത്യന്തികമായി ഈ പൊളിറ്റിക്കൽ സ്റ്റാർട്ടപ്പിന്റെ ഡിസ്ട്രാക്ഷൻ എന്നത് ഒരു സാധാരണ പൗരനെ നഷ്ടപ്പെടുത്തുന്നത് അയാളുടെ ജനാധിപത്യപരമായ ചോദ്യം ചെയ്യാനുള്ള അവകാശമാണ്. ടു കൺക്ലൂഡ്, വെറും ഗോസിപ്പുകളിലോ വികാരങ്ങളിലോ വിശ്വസിക്കാതിരിക്കുക. നമ്പേഴ്സിലും ലീഗൽ ടൈം ലൈൻസിലും മാത്രം ശ്രദ്ധിക്കുക. ഈ പ്രതിസന്ധിയുടെ യഥാർത്ഥ ഇമ്പാക്ട് മനസ്സിലാക്കാൻ 2026 പോകുമ്പോൾ മോണിറ്റർ ചെയ്യേണ്ട 4 മെഷറബിൾ വാച്ച് പോയിന്റ്സ് താഴെ പറയുന്നവയാണ്. ദി April 20 സ്ട്രെസ് ടെസ്റ്റ്. April 20 കോടതി ഹാജരാകലും തിരഞ്ഞെടുപ്പ് പ്രചാരണ ഷെഡ്യൂളും തമ്മിലുള്ള ഓവർലാപ്പ് എങ്ങനെ ക്യാമ്പയിൻ ലോജിസ്റ്റിക്സിനെ ബാധിക്കുന്നു എന്ന് നിരീക്ഷിക്കുക. വിമൻ വോട്ട് ബാങ്ക് അട്രീഷൻ. 50% സംവരണം പറഞ്ഞ പാർട്ടിയുടെ മീറ്റിംഗുകളിൽ പങ്കെടുക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ വരാൻ പോകുന്ന കുത്തനെയുള്ള ഇടിവ്. ക്യാപിറ്റൽ ഫ്ലൈറ്റ് ഇൻഡിക്കേറ്റർ. ഇലക്ഷന്റെ അവസാന ആഴ്ചകളിൽ ഷാഡോ ഇൻവെസ്റ്റേഴ്സ് ഫണ്ട് റിലീസ് ചെയ്യാൻ മടിക്കുന്ന അവസ്ഥ. ലിക്വിഡിറ്റി ക്രഞ്ച് ഉണ്ടാകുന്നുണ്ടോ എന്ന പരിശോധന. ഒപ്പോസിഷൻ കൺസോളിഡേഷൻ. ഈ പ്രതിസന്ധി മുതലെടുത്ത് AIADMK തിരികെ പ്രതിപക്ഷ വോട്ടുകൾ പൂർണ്ണമായും സ്വന്തം അക്കൗണ്ടിലേക്ക് കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്നത്. വി ഡോണ്ട് അഡ്വൈസ് ഓൺ പൊളിറ്റിക്കൽ ചോയ്സസ് ബട്ട് റിമെമ്പർ ദ സ്ട്രക്ചറൽ റിയാലിറ്റി. മാറ്റങ്ങളും വിപ്ലവങ്ങളും സംഭവിക്കുന്നത് സിനിമയിലെ ക്ലൈമാക്സുകളിൽ മാത്രമാണ്. യഥാർത്ഥ ലോകത്ത് പ്രൊമോട്ടറുടെ ലയബിലിറ്റീസ് പരിധി വിടുമ്പോൾ മൂലധനം അതിന്റെ പഴയ സുരക്ഷിത കോട്ടകളിലേക്ക് തന്നെ തിരികെ ഒഴുകും.